ഹായ് ഫ്രണ്ട്സ്, ലേണിനോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC കെമിസ്ട്രിയിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആറ്റവും അതിൻ്റെ ഘടനയും, ആറ്റം ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് PSCയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ കുറേ MCQs ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് കടക്കാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരം എന്താണ്? ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുക. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിൽ ഒരു ഇഷ്ടിക വെക്കുന്നു. ആ ഇഷ്ടികയിൽ നിന്നാണ് തുടങ്ങി ആ വീട് പൂർത്തിയാവുന്നു, ഇല്ലേ? അപ്പോൾ ആ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആ ഇഷ്ടികയെ ഒരു ആറ്റമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? ആറ്റം. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്നു. ആ വീടിൻ്റെ ഏറ്റവും നമ്മൾ ആദ്യത്തായിട്ടൊരു ഇഷ്ടിക വെക്കുന്നു. ആ ഇഷ്ടികയിൽ നിന്നാണ് അടുത്തടുത്തത് പണിഞ്ഞ് വലിയൊരു വീടായിട്ട് മാറുന്നത്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യം തുടക്കം എന്തുവാണ്? ഒരു ഇഷ്ടിക. അപ്പോൾ അതിനെ ഒരു ആറ്റമായിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ആ ആറ്റത്തിൽ നിന്നാണ് വലിയ തന്മാത്രകളും വലിയ ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ്, പിന്നെ അതൊരു വലിയ എന്താവും? ഒരു മൂലകമാവും. അങ്ങനെ വലിയ ഇതായിട്ട് മാറും, അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണ്. മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് ആറ്റം കണ്ടുപിടിച്ചത്. അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തി. ആറ്റത്തെക്കുറിച്ച് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത്, അല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് നൽകാൻ സാധിച്ചില്ല. എന്നാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആറ്റമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ആറ്റം ആണ് എന്ന് പ്രസ്താവിക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അദ്ദേഹം 1807 ആറ്റം കണ്ടുപിടിച്ചത്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അതിൽ നിന്ന് തന്നെ ഉത്തരം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. പക്ഷേ ആറ്റത്തിനെ കണ്ടുപിടിക്കുകയും അതിനെ ആറ്റം എന്ന പേര് നൽകുകയും ചെയ്തത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹം 1807 എല്ലാ പദാർത്ഥത്തിൻ്റെയും അടിസ്ഥാന ഘടകം ആറ്റമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി, അതിനെ കണ്ടുപിടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആറ്റത്തിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് 1807. അപ്പോൾ പക്ഷേ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ്. മറക്കരുത്. ഇങ്ങനെ നമ്മുടെ രണ്ട് രീതിയിൽ ചോദിക്കാം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ, ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആറ്റം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ്?
ആറ്റം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ്? അതായത് ആറ്റം എന്ന പദം നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന പദം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ആറ്റം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ആറ്റമോസ്. മറക്കരുത്, ആറ്റമോസ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഇല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. പിന്നെ അതിനെ വിഭജിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ആറ്റത്തിന്റെ ഇതെന്താണ് അർത്ഥം? ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. അതായത് നോൺ ഡിവിസിബിൾ. അതിനെ വിഭജിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിൽ നിന്ന് വിഭജിക്കാൻ കഴിയത്തില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അത്. പിന്നെ അതിനെ വിഭജിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് എന്ന പദം ഒരു ഗ്രീക്ക് വേർഡാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ആറ്റം കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു. ആറ്റത്തിന് ആ പേര് നൽകിയത് പറഞ്ഞു. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അതാരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ തന്നെയാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാം പല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പല രീതിയിൽ അത് പറഞ്ഞു അല്ലേ? നിർദ്ദേശിച്ചത് പറഞ്ഞു, കണ്ടുപിടിച്ചത് പറഞ്ഞു, ഉപയോഗിച്ചത് പറഞ്ഞു ഇല്ലേ? അതൊന്നും മാറിപ്പോവാതെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക അല്ലേ? അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ എന്തുവാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ് അതിൻ്റെ ആൻസറും വരുന്നത്. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ജോൺ ഡാൾട്ടൺ തന്നെയാണ് ആദ്യമായിട്ട് ആറ്റം എന്ന പദം ഉപയോഗിച്ചതും ആറ്റം കണ്ടെത്തിയതും അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അതും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ആൻസർ എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഡാഷ്. എന്ത്? ആറ്റമാണ് ആൻസർ അല്ലേ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ എന്തെന്ന് വിളിക്കുന്നു? ആറ്റം എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ എന്തെന്ന് വിളിക്കുന്നു? ആറ്റം എന്ന് വിളിക്കുന്നു. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ എന്തെന്ന് വിളിക്കുന്നു? ആറ്റം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിന്റെ ചാർജ് എന്താണ്? ഈ ജോൺ ഡാൾട്ടൺ ആറ്റമൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ കുറേ പരീക്ഷണങ്ങൾ അതിന്മേൽ നടന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഫൈനലൈസ് ആയിട്ട് അതിനകത്ത് ഇന്ന കണങ്ങളുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്നാണ് ചോദ്യം. അപ്പം സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്തത് ആറ്റത്തിന് ചാർജ് ഇല്ല എന്നതാണ്. ആറ്റം ഈസ് ന്യൂട്രൽ ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്താണ്? ആറ്റത്തിന് ചാർജ് ഇല്ല. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം ന്യൂട്രൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ആൻസർ വരുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് ആറ്റത്തിനൊരു ചാർജ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്?
ഡെമോക്രാറ്റസ് ആണ് ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഡെമോക്രാറ്റസ്. മറക്കരുത്. ഇതുവരെ നമ്മൾ ജോൺ ഡാൾട്ടനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നത് എന്താണ്? ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? ഡെമോക്രാറ്റസ്. കാരണം ഈ ആറ്റത്തിനെ കുറിച്ച് കുറേ ശാസ്ത്രജ്ഞന്മാർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡെമോക്രാറ്റസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ആൻസർ ഏതാണ്? ഹൈഡ്രജൻ ആണ് ഏറ്റവും ലഘുവായ ആറ്റം. ഹൈഡ്രജൻ ആണ് ഏറ്റവും ലഘുവായ ആറ്റം എന്ന് പറയുന്നത്. മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം കൺഫ്യൂഷൻ വരുന്നതാണ്. ഏറ്റവും ലഘുവായ, ഏറ്റവും ചെറിയ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഡൗട്ട് അടിക്കും അല്ലേ? അപ്പം വളരെ സൂക്ഷിച്ച് മാത്രം ആൻസർ എഴുതാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയം ആണ് ആൻസർ വരുന്നത്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനും ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ഏറ്റവും വലിയ ആറ്റം ഉള്ള ലോഹം ഏതാണ്? ആൻസർ വരുന്നത് ഫ്രാൻസിയം ആണ്. മറക്കരുത്. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ഫ്രാൻസിയമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ബെർലിയം ആണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം എന്ന് പറയുന്നത്. മറക്കരുത്. ബെർലിയം ആണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? റെഡോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? റെഡോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ജെ തോംസൺ ആണ്. അതായത് പലരും ഇപ്പം ജോൺ ഡാൾട്ടൺ അദ്ദേഹം ആറ്റം എന്ന് പറഞ്ഞ പദം ഉണ്ട്, ആറ്റമാണ് എല്ലാത്തിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിനൊന്നും അത് കറക്റ്റായിട്ട് അത് പ്രസ്താവിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് അതിൻ്റെ രൂപം, എങ്ങനെയാണ് അതിനകത്തുള്ള കണങ്ങൾ, എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതൊന്നും അവർക്ക് ആർക്കും പറയാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് പല ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്, അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ്, ഫ്ലൂറസെൻ്റ് ലാമ്പ് എക്സ്പെരിമെൻ്റ്, അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റുകൾ നടത്തി പല ശാസ്ത്രജ്ഞന്മാർ കുറേ ഘടനകളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിനകത്ത് കുറേ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് റിജക്റ്റ് ചെയ്തതുകൊണ്ട്. പക്ഷെ അതിൽ മോസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത കുറേ ഘടനകളുണ്ട്. അതിൽ ആദ്യമായിട്ട് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഒരു സാങ്കല്പിക രൂപം, എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു രൂപം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ജെ തോംസൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ്. ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത്. നമുക്കിനി അതിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത്. അതെന്താണ് അദ്ദേഹം പറയുന്നത് അതിൽ? അതായത് ഇപ്പോൾ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നും പേരുണ്ട്. അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ, അതായത് ഒരു വാട്ടർമെലൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു പുഡിംഗ് എടുക്കുക. പുഡിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പ്ലം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർമെലനകത്ത് കുരുക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ളതുപോലെ നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ഒരു
വലിയ തണ്ണിമത്തനായിട്ട് സങ്കല്പിക്കുക. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കണങ്ങൾ കിടക്കുന്നു എന്നാണ് ആര് പ്രസ്താവിച്ചത്? ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇങ്ങനെയാണ് ആറ്റത്തിൻ്റെ മോഡൽ എന്ന് പ്രസ്താവിച്ചു. അതായത് ഒരു പ്ലം കേക്ക് എടുക്കുക. അതിൻ്റെ ആ പുഡിങ്ങിൻ്റെ മണ്ടയിൽ കുറേ എടുത്തായിട്ട് റൈസിൻസ് അല്ലെങ്കിൽ പ്ലംസ് നിരത്തി ഇട്ടിരിക്കുന്നു. അതുപോലെ അതിൻ്റെ ആറ്റത്തിൻ്റെ കണങ്ങൾ ഇങ്ങനെ കിടക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു മോഡൽ ഉണ്ടാക്കി അദ്ദേഹം പ്രസ്താവിച്ചത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തോ? ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്തെങ്കിലും പിന്നെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ വന്നപ്പോൾ റിജക്റ്റ് ചെയ്യുകയുണ്ടായി. ഇല്ല, അപ്പം അടുത്ത ആരാണ് ഒരു മോഡൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അടുത്തതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സിസ്റ്റം മോഡൽ ആറ്റം മാതൃക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സോളാർ സിസ്റ്റം മോഡൽ ആറ്റം മാതൃക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് സോളാർ സിസ്റ്റം മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ ആറ്റം മാതൃക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ. ഏണസ്റ്റ് റുദർഫോർഡ്, അത് മറക്കരുത്. അതായത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ വലം വെക്കുന്നത് പോലെ, അതായത് ആറ്റം എന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിന് ചുറ്റും അതിൻ്റെ കണങ്ങൾ ഇങ്ങനെ വലം വെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മാതൃക തയ്യാറാക്കിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സോളാർ സിസ്റ്റം മോഡൽ അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിനും കറക്റ്റായിട്ട് അതിൻ്റെ വിശകലനം നൽകാൻ കഴിഞ്ഞില്ല. പിന്നെയും പല പരീക്ഷണങ്ങളുണ്ടായി. അങ്ങനെയാണ് കുറേ കണങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ഉണ്ടായത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ പഠിക്കാം. നെക്സ്റ്റ് നോക്കാം, 20ാമത്തേത് നോക്കാം ക്വസ്റ്റ്യൻ. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? നീൽസ് ബോർ ആണ് ആറ്റത്തിൻ്റെ മാതൃക, ഒരു കറക്റ്റ് മാതൃക വേൾഡിന് മുൻപിൽ സമർപ്പിച്ചത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആറ്റം മാതൃക വേൾഡ് അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്, അതിൻ്റെ ചുറ്റും അതിൻ്റെ കണങ്ങൾ കറങ്ങുന്നു എന്ന് പറഞ്ഞു. ആ ന്യൂക്ലിയസിനകത്ത് 2 കണങ്ങളുണ്ടെന്നും പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ആറ്റം മാതൃക വേൾഡിന് മുൻപിൽ, ശാസ്ത്രലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നീൽസ് ബോർ. അദ്ദേഹത്തിൻ്റെ ബോർ അറ്റോമിക് മോഡലാണ് ഈ വേൾഡ് അക്സെപ്റ്റ് ചെയ്ത ആറ്റം മോഡൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ പഠിച്ചു. ആറ്റം മോഡലിനകത്ത് അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എന്താണ് കണങ്ങൾ കറങ്ങുന്നുണ്ട് അല്ലേ. കണങ്ങൾ കറങ്ങുന്നുണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് കുറച്ച് കണങ്ങളുണ്ട്, വെളിയിൽ അതിൻ്റെ നിശ്ചിതമായ പാതയിൽ എന്ത് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് ഒക്കെ കറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് ബോർ പ്രസ്താവിച്ചത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. അതിനെ അണുകേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. അതായത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പം നീൽസ് ബോറിൻ്റെ മാതൃകയാണ് വേൾഡ് അക്സെപ്റ്റ് ചെയ്തത്. അതനുസരിച്ച് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ അണുകേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അണുകേന്ദ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അണുകേന്ദ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സൗരയൂഥ മോഡൽ അല്ലേ, അദ്ദേഹത്തിൻ്റെയാണ് സോളാർ സിസ്റ്റം മോഡൽ ആറ്റത്തിൻ്റെ. അപ്പോൾ അതിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റത്തിനൊരു സെൻട്രൽ പാർട്ട് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ആ സെൻട്രൽ പാർട്ടിൽ നിന്നാണ് ബാക്കി ഓരോ സയൻറ്റിസ്റ്റും ഇങ്ങനെ റിസർച്ച് ചെയ്ത് വന്നത്. അപ്പോൾ ആ അണുകേന്ദ്രം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പരീക്ഷണങ്ങൾ നടത്തിയത് ആരാണ്? നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ അണുകേന്ദ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിൽ കാണപ്പെടുന്ന കണികകൾ ഏതെല്ലാമാണ്? കണ്ടോ, ഇതിനകത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് ആറ്റത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അതായത് അണുകേന്ദ്രം ഇല്ലേ. അണുകേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്തുള്ള കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ഈ അണുകേന്ദ്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നു. അതായത് ഈ ഒരു ആറ്റത്തിൽ 3 കണികകളാണ് ഉള്ളത്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത് മറക്കരുത്. ഒരു ആറ്റത്തിൽ ഏതൊക്കെ കണികകളാണുള്ളത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിനുള്ളത്. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിനുള്ളത്. അപ്പം മറക്കരുത്, ആറ്റത്തിൽ കാണപ്പെടുന്ന കണികകൾ അല്ലെങ്കിൽ ആറ്റത്തിന്റെ കണികകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രത്തിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നു. പക്ഷേ ഈ ഇലക്ട്രോൺ എന്താണ്? ആറ്റത്തിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്, അതായത് പാതകളുണ്ട്. ഈ പാതകളിലൂടെ ചുറ്റുകയാണ് എന്ത് ചെയ്യുന്നത്? ആര് ചെയ്യുന്നത്? ഇലക്ട്രോൺ ചെയ്യുന്നത് ഈ പാതകളിലൂടെ ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഇമേജിൽ നോക്കുക, അതിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിനും ചുറ്റുപാടുമുള്ള ഒരു വലയത്തിൽ കൂടി ആര് മൂവ് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇമേജിൽ നിന്ന് പറഞ്ഞത് തന്നെയാണ്. അണുകേന്ദ്രം അതായത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ ഏതെല്ലാമാണ്? അല്ലേ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിലുള്ള കണികകൾ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമാണ് എന്തിൽ സ്ഥിതി ചെയ്യുന്നത്? അണുകേന്ദ്രത്തിൽ കാണപ്പെടുന്ന കണികകൾ എന്ന് പറയുന്നത്. മറക്കരുത്, അണുകേന്ദ്രത്തിൽ കാണപ്പെടുന്ന കണികകൾ ഏതെല്ലാമാണ്? അതായത് ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന കണികകൾ ഏതെല്ലാമാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് 2 കണികകൾ ഇല്ലേ. അടുത്ത ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അണുകേന്ദ്രം അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? അല്ലേ, അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, അണുകേന്ദ്രത്തിന്റെ ചാർജ് എന്തായിരിക്കും? യെസ്, അണുകേന്ദ്രത്തിലുള്ള കണികകൾ ഏതെല്ലാമാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് അണുകേന്ദ്രത്തിലുള്ള കണികകൾ. അപ്പം പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജോ? ചാർജ് ഇല്ല അല്ലേ. അപ്പം അണുകേന്ദ്രത്തിന്റെ ചാർജ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും ന്യൂക്ലിയസ്. അപ്പോൾ അണുകേന്ദ്രത്തിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അണുകേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണ്? ന്യൂക്ലിയോൺ ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്നതിനെ പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയോൺ എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിന്റെ വലിപ്പം അണുകേന്ദ്രത്തേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? അതായത് ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് 10⁵ ടൈംസ്. 10⁵ ടൈംസ് വലുതാണ് ഒരു ന്യൂക്ലിയസിനെക്കാട്ടി അതിന്റെ ആറ്റം എന്ന് പറയുന്നത്. അത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിലെ മുഴുവൻ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിലെ മുഴുവൻ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ന്യൂക്ലിയസിലാണ് അല്ലേ. ഓഫ് കോഴ്സ് ന്യൂക്ലിയസിലാണ്. നമുക്ക് അറിയാൻ പറ്റും. ആറ്റത്തിലെ മുഴുവൻ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. കാരണം പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. ചുറ്റും കറങ്ങുന്നത് മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോൺ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പം മൊത്തം മാസ് വഹിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിന് ചുറ്റുമുള്ള സഞ്ചാരപാത എന്തെന്നാണ് അറിയപ്പെടുന്നത്? ആറ്റത്തിന് ചുറ്റുമുള്ള സഞ്ചാരപാത എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഇമേജിൽ നോക്കുക, നമ്മുടെ ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. അതിന് ചുറ്റും ഉള്ള പാത, ഒരു വർത്തുള പാത കണ്ടോ? ആ പാതയെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോൺ ഷെൽസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൽ കൂടെ ആര് കറങ്ങും? ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ വലം വയ്ക്കും അല്ലേ.
അപ്പോൾ നമ്മൾ ഇതിനിവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അത് നോക്കുമ്പം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആറ്റത്തിന് ചുറ്റുമുള്ള സഞ്ചാരപാത എന്തെന്നറിയപ്പെടുന്നു? ഷെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ആറ്റം എന്തുകൊണ്ടാണ് വൈദ്യുതപരമായി ഉദാസീനമാണെന്ന് പറയുന്നത്? ഇത് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആറ്റം എന്തുകൊണ്ടാണ് വൈദ്യുതപരമായി ഉദാസീനമാണ്, അതല്ലെങ്കിൽ ന്യൂട്രൽ ആണെന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമായതിനാലാണ് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണെന്ന് പറയുന്നത്. അതായത് അകത്തുള്ള പ്രോട്ടോണിൻ്റെയും വെളിയിൽ കൂടി കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായി, അത് ക്യാൻസൽ ആയി പോയാൽ രണ്ടും ഓപ്പോസിറ്റ് ചാർജ്ഡ്, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ, അപ്പം രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? ഈക്വൽ എമൗണ്ട് ആകുമ്പം അത് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ ആണെന്ന് പറയുന്നു. ദാറ്റ്സ് ഓൾ. അതാണ് അതിൻ്റെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ എന്താണ്? ജെ തോംസൺ ആണ് 1897 ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. 1897 കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് തീർന്നിട്ടില്ല, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിലെ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.